പരാജയത്തിൽ തുടങ്ങിയ ഒരു കരിയറിനെത്തി നിൽക്കുന്നത് മലയാളിക്ക് തലയുയർത്തി നിന്ന് അഭിമാനിക്കാവുന്ന പൊന്നിനോളം തിളക്കമുള്ള ഒരു വെങ്കല മെഡലിലാണ്. അതും ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം മെഡൽ. ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന വിശേഷണം സ്വന്തമാക്കിയാണ് മലയാളിയായ PR ശ്രീജേഷ് അദ്ദേഹത്തിന്റെ കായിക ജീവിതത്തിലെ ഈ ജൈത്രയാത്ര അവസാനിപ്പിക്കുന്നത്. ഒരു ഹോക്കി സ്റ്റിക്കും പിടിച്ച് 2nd ക്ലാസിന്റെ ബാത്റൂമിനടുത്തിരുന്ന് ഡൽഹിയിലേക്കൊരു യാത്ര. തിരിച്ചു വരുന്നത് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ. ഇങ്ങനെയാണ് PR ശ്രീജേഷ് എന്ന ഒളിമ്പിക് വിന്നർ തന്റെ സ്വന്തം ജീവിതത്തെ നോക്കിക്കാണുന്നത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് ഒരു സാധാരണ കാർഷിക കുടുംബത്തിലായിരുന്നു പറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന PR ശ്രീജേഷിന്റെ ജനനം. 2000-ൽ GV രാജ സ്കൂളിലെത്തുന്നതോടെയാണ് ശ്രീജേഷിന്റെ ഹോക്കി ജീവിതം ആരംഭിക്കുന്നത്. കേരള ടീമിനായി അണ്ടർ 17-ലോ 14-ലോ കളിച്ചാൽ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിക്കും. ഇതായിരുന്നു ശ്രീജേഷിനെ ഹോക്കിയിലേക്ക് ആകർഷിച്ച ഘടകം. പക്ഷേ ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം ഹോക്കി കളിക്കൽ അത്ര എളുപ്പമല്ലായിരുന്നു. ഓടാനും കുനിഞ്ഞു നിന്ന് പന്ത് തട്ടാനും ഒക്കെയുള്ള മടി കാരണം തിരഞ്ഞെടുത്തതാണ് ഈ ഗോൾ പോസ്റ്റിന്റെ കാവൽക്കാരന്റെ വേഷം. അതാവുമ്പോൾ ഓടി നടക്കാതെ ഒരു കോണിൽ നിന്ന് തടുത്താൽ മാത്രം മതിയല്ലോ. അന്ന് ശ്രീജേഷിന് തോന്നിയ ആ മടിയാണ് ഇന്ന് വീണ്ടും വീണ്ടും പൂക്കുന്ന ഇന്ത്യയുടെ ഒളിമ്പിക് സ്വപ്നമായി വിരിഞ്ഞത്. സ്കൂൾ കാലത്തെ ഹോക്കി മത്സരങ്ങളിൽ തന്നെ ദേശീയ ശ്രദ്ധ നേടാൻ ശ്രീജേഷിന് കഴിഞ്ഞിരുന്നെങ്കിലും പരാജയത്തിലായിരുന്നു ശ്രീജേഷിന്റെ ഹോക്കി കരിയറിന്റെ തുടക്കം. 2008-ൽ ഒളിമ്പിക്സിൽ ക്വാളിഫൈ പോലും ചെയ്യാതിരുന്ന ഒരു ടീമിന്റെ ഭാഗമായിരുന്നു ശ്രീജേഷ്. 2012-ൽ വീണ്ടും ഒളിമ്പിക്സ് വേദിയിലെത്തിയെങ്കിലും ഒരു മത്സരം പോലും വിജയം കാണാതെ തിരികെ വരേണ്ടി വന്നു. പിന്നീട് 2016-ൽ ഒളിമ്പിക്സിൽ രാജ്യത്തെ നയിക്കാൻ ശ്രീജേഷിന് അവസരം ലഭിച്ചെങ്കിലും കടുത്ത നിരാശയായിരുന്നു ഫലം. വെറും 8ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട് പുറത്താകേണ്ടി വന്നു ടീമിന്. എന്നാൽ പിന്തിരിയാൻ തയ്യാറല്ലാത്ത പോരാട്ടവീര്യം അവസാനം ഫലം കാണുക തന്നെ ചെയ്തു. 2020-ലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടി ഹോക്കി ടീം പുതിയ ചരിത്രം രചിച്ചു. ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ, അതിനുശേഷം തുടർച്ചയായ 2ാം മെഡൽ നേട്ടം. ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ തുടർച്ചയായ 2ാം മെഡലിനാണ് പാരീസ് ഒളിമ്പിക്സ് വേദി കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. ഇന്ത്യ 2ാം തവണയും ചരിത്രം തിരുത്തി കുറിക്കുമ്പോഴും ആ വിജയത്തിന്റെ പ്രധാന അമരക്കാരൻ മലയാളി താരം ശ്രീജേഷ് ആയിരുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ശ്രീജേഷ് എന്ന ഗോൾ കീപ്പറുടെ മികവുറ്റ പ്രകടനം തന്നെയായിരുന്നു ആ 2 മെഡലുകൾക്ക് പുറകിലെയും നട്ടെല്ല്. ഇതോടെ 2 ഒളിമ്പിക്സ് മെഡൽ കരസ്ഥമാക്കുന്ന ആദ്യ മലയാളി താരം എന്ന റെക്കോർഡും ശ്രീജേഷ് സ്വന്തമാക്കി. എന്തായാലും നേട്ടങ്ങളിൽ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ശ്രീജേഷിന്റെ പടിയിറക്കം. പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീജേഷ് പ്രഖ്യാപിച്ചിരുന്നു. അതൊരു മെഡലോടുകൂടി, അതും റെക്കോർഡോടുകൂടി ഇറങ്ങാനാവുന്നു എന്നത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു അനായാസകരമായ യാത്രയായിരുന്നില്ല ശ്രീജേഷിന് ഈ ഒളിമ്പിക്സ് യാത്ര. പരാജയത്തിൽ നിന്നും പതിയെ പതിയെ സ്വപ്രയത്നത്തിലൂടെ വിജയവഴി വെട്ടിത്തുറന്നവനാണ് ശ്രീജേഷ്. ഒളിമ്പിക്സ് ടൂർണമെന്റിലുടനീളം ശ്രീജേഷ് എന്ന ഉരുക്കുകോട്ട ഇന്ത്യയുടെ രക്ഷകനാവുന്ന ആ കായിക മികവിന് ലോകം സാക്ഷ്യം വഹിച്ചതാണ്. സ്പെയിനിനെതിരായ വിജയത്തിലും ശ്രീജേഷിന്റെ സേവുകൾ വളരെ നിർണായകമായിരുന്നു. എന്തായാലും ആ വൻമതിൽ ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങില്ല. ശ്രീജേഷ് എന്ന ഹോക്കി കളത്തിലെ വൻമതിൽ തന്റെ ഗോൾ കീപ്പിംഗ് പാഡുകൾ അഴിച്ചുവെക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പറുകളിൽ ഒരാൾ കൂടിയാണ് പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ഹോക്കിയുടെ പഴയ പ്രതാപത്തിലേക്കുള്ള യാത്രയിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരാൾ. ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ആ മാസ്മരിക സേവുകൾ ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ പിറക്കില്ല. ശക്തനായ പോരാളി എന്നല്ലാതെ മറ്റൊന്നും ശ്രീജേഷിനെ കുറിച്ച് പറയാനില്ല. മത്സരത്തിന് ശേഷം വികാരാധീനനായ ശ്രീജേഷ് ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ ഉപകരണങ്ങൾക്കും പോസ്റ്റ് ബാറുകൾക്കും നന്ദി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കായിക രംഗത്തെ ഉയർച്ച താഴ്ചകൾക്കും ഗോൾ പോസ്റ്റ് ബാറുകൾ മുഴുവൻ തനിക്ക് വേണ്ടി നിലകൊണ്ടതിനും നന്ദിയുണ്ടെന്ന് പറഞ്ഞാണ് ശ്രീജേഷ് മൈതാനത്തു നിന്നും പടിയിറങ്ങിയത്. മലയാളികൾക്ക് അഭിമാനിക്കാൻ കുന്നോളം നേട്ടങ്ങൾ സ്വന്തമാക്കി മലയാളത്തിന്റെ സ്വന്തം ശ്രീജേഷ് പടിയിറങ്ങുമ്പോൾ തന്റെ പുറകെ ഒരുപാട് പേർക്ക് നടന്നു കയറാൻ പ്രചോദനത്തിന്റെ വിശാലമായൊരു വഴി തന്നെ വെട്ടിവെച്ചിട്ടുണ്ട് അദ്ദേഹം.